ഹലോ മക്കളെ, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇതാണ് ബേസിക് മാത്തമാറ്റിക്സ്. നമ്മൾ 2026 നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ബേസിക് മാത്തമാറ്റിക്സ്. നിങ്ങൾ 8ലും 9ലും 10ലും +1ലും +2ലൊക്കെ പഠിച്ച മാത്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ. നമുക്കറിയാം, ഈ ബേസിക്കുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 2025 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് JEE ലെവലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും പറ്റിയത്? നമുക്കറിയാം കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടും അതേപോലെ ഈ ബേസിക് മാത്തമാറ്റിക്സ് അറിയാത്തതിൻ്റെ പ്രശ്നം കൊണ്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പ്രോബ്ലം നമുക്ക് വരരുത്. ഈ 2026 നീറ്റ് നമ്മൾ ഫേസ് ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് ഈ പ്രശ്നം ഇനി ഉണ്ടാവരുത്. അപ്പോൾ A to Z മാത്തമാറ്റിക്സിലെ ഏത് കോൺസെപ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, നിങ്ങൾക്ക് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഏതൊക്കെ കോൺസെപ്റ്റ് വേണോ ആ കോൺസെപ്റ്റ് മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, കവർ ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ഇതൊരു ലെക്ചർ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന എല്ലാ കോൺസെപ്റ്റും നമ്മൾ കവർ ചെയ്യും. നമ്മളത് കവർ ചെയ്ത് മുന്നോട്ട് പോകും. അതിൻ്റെ കാര്യം എന്തുവാ? ഒന്നുമില്ല. ഇനി ഏത് ലെവൽ ചോദ്യം അടുത്ത നീറ്റിന് ചോദിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടുന്ന ബേസിക് മാത്സ് മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, കവർ ചെയ്യാൻ പോവുക. ഓക്കെ, അതുപോലെ നോക്കിയേ, നമുക്കറിയാം ദാണ്ടെ ഇത് നമ്മൾ തരുന്നൊരു ഗ്യാരണ്ടി, ഞാൻ തരുന്ന ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്താ, നമ്മുടെ ഈ ലെക്ചറിൽ എല്ലാ കോൺസെപ്റ്റ്സും മാത്സ് വേണ്ടുന്ന കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അതുപോലെ ദാണ്ടെ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഈ ലെക്ചേഴ്സ് ഫോളോ ചെയ്തോ, ഇതിനപ്പുറത്തോട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ മക്കളെന്താ നോക്കിയേ, നമുക്കറിയാം നമ്മൾ എക്സാം ഫേസ് ചെയ്ത് നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളവർക്കും സൂപ്പർ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മൾ ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എന്താ. നമ്മുടെ മുന്നിലോട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എന്താ? ഒന്ന്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോൾവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ? നമ്മുടെ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ചില ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെന്ന് പിള്ളേർ പറയും. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തത്? നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആ കോൺസെപ്റ്റ്, നമ്മുടെ കോൺസെപ്റ്റിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ആ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത്. സോ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് എന്തുണ്ട്, നമ്മുടെ മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെ എന്തുണ്ട്, മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ടെല്ലയുടെ മാസ്റ്റർ ക്ലാസ്സസ് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ് അതാണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ്സസ്. ഓക്കെ, സോ മാസ്റ്റർ ക്ലാസ്സസ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. എന്തിനാ ഈ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടത്? ഈ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാലേ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മനസ്സിലാവുന്നില്ലെന്ന് പറയും. ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇനി നമുക്കറിയാം നമ്മുടെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ നമുക്കറിയാം നമ്മുടെ ഒരു മീഡിയം ടു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ, കണ്ടോ, ഒരു മീഡിയം ടു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഈ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇനി അതുപോലെ നമ്മൾ നോക്കിയേ, ഫിസിക്സിനോടുള്ളൊരു ഫിയർ, അതിനും നമ്മുടെ കയ്യിൽ മാർഗമുണ്ട്, നമ്മുടെ മാസ്റ്റർ ക്ലാസ്. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ, നിങ്ങളുടെ ഫിസിക്സിനോടുള്ള എല്ലാ പേടിയും നിങ്ങൾക്ക് അവിടെ തീരും. ഓക്കെ, അതുപോലെ നോക്കിയാൽ ടൈം സേവിങ് കാൽക്കുലേഷൻസ്, സ്പീഡ്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്. 200+ ക്വസ്റ്റ്യൻസ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. സോ അതിൽ കൂടുതലൊരു ക്വസ്റ്റ്യൻ ഇനി ചെയ്യാനില്ല. നിങ്ങൾക്ക് മീഡിയം ടു ടഫ് ക്വസ്റ്റ്യൻസ്, ഈ കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻസ് വേണോ, ഈസി ക്വസ്റ്റ്യൻസ് വേണോ, നിങ്ങൾക്ക് ദാണ്ടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വേണോ, എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ചാപ്റ്ററിൽ നിന്ന് 200+ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിനകത്ത് ഓരോ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, സോ മക്കളെ, നിങ്ങളുടെ ഫിസിക്സിനോടുള്ള പേടി മാറുക, നിങ്ങളുടെ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇതിനെല്ലാം നമ്മുടെ ഈ പരിഹാരം ഉണ്ട്. എന്താ, നമ്മുടെ മാസ്റ്റർ ക്ലാസ്. ഇനി നിങ്ങൾക്ക് പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ടൈപ്പ് പ്രോബ്ലംസും, ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലം വരാമോ അതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. എന്തുകൊണ്ട്, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്. ഓക്കെ, സോ പ്രോപ്പറായിട്ട് നമ്മുടെ ടെല്ലയുടെ ഈ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2026 നീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ ആണേ? ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. നമ്മൾ പറഞ്ഞു വന്നായിരുന്നില്ലേ, നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ബേസിക് മാത്തമാറ്റിക്സ്. നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ആവശ്യമായിട്ടുള്ള ബേസിക് മാത്തമാറ്റിക്സ്, നമ്മുടെ ആക്യുറസിയും നമ്മുടെ കാൽക്കുലേഷനും നമ്മുടെ സ്പീഡും ഒക്കെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബേസിക് മാത്സ് സ്ട്രോങ് ആയിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പടാന്ന് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഉള്ള ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ലെക്ചേഴ്സാണ് മക്കളെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി കുറേ
അറിയായിരിക്കും, നിങ്ങൾ ചെയ്ത് വന്നതായിരിക്കും. പക്ഷെ +1 +2 കഴിഞ്ഞ് ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണത്തില്ല, വലിയൊരു ഐഡിയ കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണും, അല്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതൊക്കെ മറന്നു കാണും. ഓക്കെ, സോ നമുക്ക് ആ ബേസിക് ഐഡിയാസ് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വരാം. ഞാൻ പറഞ്ഞില്ലയോ, 0 to അഡ്വാൻസ് ലെവൽ നമുക്ക് ഫിസിക്സിന് വേണ്ടുന്ന 0 to അഡ്വാൻസ് ലെവൽ മാത്തമാറ്റിക്സ്, ഫിസിക്സിനൊന്നും മാത്രമല്ല ഫിസിക്സിനും കെമിസ്ട്രിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബേസിക് മാത്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ 0 to അഡ്വാൻസ് ലെവൽ വരുന്ന കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ ഓക്കെ, നോക്കിക്കോ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആൻഡ് ആംഗിൾസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ആൻഡ് ആംഗിൾസ് നമുക്കറിയാം അല്ലേ? നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ തീറ്റയുണ്ട്. തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും, അടുത്ത് കിടക്കുന്ന സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കും, ഏറ്റവും നീളം കൂടിയ ഭാഗത്ത് ഞാൻ എന്ത് വിളിക്കും, ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഞാൻ പറയും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, 90 ഡിഗ്രിക്ക്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെ ഞാൻ എന്ത് വിളിക്കും, ഹൈപ്പോട്ടന്യൂസ് വിളിക്കും. ആ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എന്ത് നീളമുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നീളമുള്ളത് നിങ്ങൾ ഫിഗർ നോക്കി അങ്ങനെ മനസ്സിലാക്കാൻ നിൽക്കരുത്, ഇത്ര ആലോചിച്ചാൽ മതി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളായിരിക്കും എന്തോന്ന്, ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ ആണോ? നമുക്കറിയാം ഈ റേഷ്യോസ്, നമുക്കറിയാവുന്ന റേഷ്യോസ് കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്ന സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതേപോലെ പഠിച്ചു വെച്ചോ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തും കൂടെയാണ്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തും കൂടെയാണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അല്ലയോ? നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസും എന്ത് ചെയ്യും, വെട്ടിപ്പോവും. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വരും. ഓക്കെ ആണേ? ഓക്കെ, സോ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ താണ്ടെ നമുക്ക് അറിയാവുന്നൊരു ഫേമസ് ഇക്വേഷൻ ഉണ്ട്, പൈതഗോറസ് തിയറം. എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? എന്താ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കിട്ടും അല്ലേ? പൈതഗോറസ് തിയറം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചോ. ഓക്കെ ആണോ? റേഷ്യോസ് ഓർത്ത് വെച്ചോ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇതാരാ, നമ്മുടെ പൈതഗോറസ് തിയറം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ്ടേ ഇവിടെ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാം. നിങ്ങൾ പറയണം ഇതിൻ്റെ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയൊക്കെ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പറ, ഇതെൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, എൻ്റെ തീറ്റ ഇത്. ഓക്കെ, ഈ സൈഡ് എ, ഈ സൈഡ് ബി, ഈ സൈഡ് സി. പറ, സി എന്ന് പറഞ്ഞാൽ ആരാ? സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് അല്ലയോ? 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ അല്ലയോ? നമ്മുടെ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ, അതാണ് ആര്? സി. അപ്പോൾ സി ആയിരിക്കും ഇവിടുത്തെ എന്തോന്ന്, ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെ ആണെങ്കിൽ സൈൻ തീറ്റ പറ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്കറിയാലോ, ഓപ്പോസിറ്റ് സൈഡ് തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ. ഓക്കെ ആണോ? ആ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ആരാ? എ അല്ലേ? സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, എ ബൈ സി. അങ്ങനെ ആണെങ്കിൽ കോസ് തീറ്റ പറ. തീറ്റയോട് അടുത്ത് കിടക്കുന്ന ആളാണ് അല്ലേ കോസ് തീറ്റ. സോ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തീറ്റയോട് അടുത്ത് കിടക്കുന്ന ആൾ. സോ ബി ബൈ സി. ടാൻ തീറ്റ പറ. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, തീറ്റയുടെ ഓപ്പോസിറ്റ്. സോ ഓപ്പോസിറ്റ് സൈഡ് ആരാ അവിടെ? എ ബൈ ബി. ഓക്കെ ആണോ? അപ്പോൾ ഇത് പല കുട്ടികളും തെറ്റിക്കുന്നതാ. സൈൻ തീറ്റയും കോസ് തീറ്റയും എഴുതാൻ പറയുമ്പോൾ ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റാറുള്ളതാണ്. ഓക്കെ, സില്ലി മിസ്റ്റേക്കാണ്, പക്ഷേ എന്ത് ചെയ്യാറുണ്ട്, പറ്റാറുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ചാപ്റ്ററിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിക്കും, നമ്മൾ അതുപോലെ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനത്തുള്ള മിസ്റ്റേക്കുകൾ കുട്ടികൾ വരുത്താറുണ്ട്. സോ എപ്പോഴും ഓർത്തോളുക, തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ്. തീറ്റയോട് അടുത്ത് കിടക്കുന്ന ആംഗിൾ സൈഡിന് നമ്മൾ എന്ത് വിളിക്കും, അഡ്ജസൻറ്റ് സൈഡ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും, ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ ഇതാ നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ എന്താണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ആംഗിൾ തീറ്റ,
5, 12, 30. പറ സൈൻ തീറ്റ പറ. സിമ്പിൾ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലയോ. സോ 5 ഡിവൈഡഡ് ബൈ 30. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ 12 by 30. ഓക്കെ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5 by 12. ഓക്കെ, ഈസിയാ അല്ലേ? ഈസിയാ മക്കളെ. ദാ നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലയോ നമ്മൾ ഒരു ബേസിക് ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചു വരാൻ പോവുക അല്ലയോ. 0 to അഡ്വാൻസ് ലെവൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, പഠിക്കാൻ പോവുക. സോ ബോറടിക്കുന്ന സാറേ ബാക്കി പറ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. കേട്ടിരി, സമാധാനത്തിൽ കേട്ടിരി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ സില്ലി മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ. സോ അങ്ങനത്തുള്ള സില്ലി മിസ്റ്റേക്കുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക, ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ ഈ ലെക്ചറിൽ ഇനി എന്ത് ചെയ്യും, ഉറപ്പായിട്ടും വഴിയേ വരും. ഓക്കെ. അപ്പോൾ ആൾറെഡി അറിയാവുന്നവർക്കൊരു ഇത് കാണും, സാറേ ഇതൊക്കെ നമുക്ക് അറിയാം, ബാക്കി പറ അല്ലേ. ബാക്കി പറയാ, കേട്ടിരിക്കും. ഓക്കെ. സോ ഇതാ നോക്കിക്കേ, അടുത്തത് നമുക്ക് ആംഗിൾസിനെ കുറിച്ച് നോക്കാം. ആംഗിൾസ് നമ്മൾ 2 രീതിയിൽ മെഷർ ചെയ്യും അല്ലയോ. ഒന്നെന്താ, ഡിഗ്രി. നമുക്കറിയാം ഡിഗ്രിയിൽ നമ്മൾ ആംഗിൾസിനെ മെഷർ ചെയ്യും. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡിഗ്രിയിൽ നമ്മൾ ആംഗിളിനെ മെഷർ ചെയ്യും. ഇനി നമ്മൾ മെഷർ ചെയ്യുന്ന വേറൊരു യൂണിറ്റ് ഏതാ, റേഡിയൻ. എന്താ യൂണിറ്റ്, റേഡിയൻ അല്ലയോ. 0 റേഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലൊരു വട്ടം ഇങ്ങനെ ഇടും അല്ലയോ. റേഡിയൻ എന്ന് പറയുമ്പോൾ ആ വട്ടം പകുതി ഇട്ടാൽ മതി. സോ 0 റേഡിയൻ, π/6 റേഡിയൻ, π/4 റേഡിയൻ, ഇങ്ങനെ കാണും അല്ലയോ. സോ നമ്മൾ 2 രീതിയിൽ ആംഗിൾസിനെ മെഷർ ചെയ്യും. എങ്ങനെയൊക്കെയാ, നമ്മളൊന്ന് ഡിഗ്രിയിലും മെഷർ ചെയ്യും, നമ്മളൊന്ന് എങ്ങനെയും മെഷർ ചെയ്യും, റേഡിയനിലും മെഷർ ചെയ്യും അല്ലേ. ഓക്കെ. സോ എന്താണ് ഡിഗ്രി, എന്താണ് റേഡിയൻ എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താ നോക്കിയേ, ഞാനൊരു സർക്കിൾ എടുക്കും, ഒരു കംപ്ലീറ്റ് സർക്കിൾ എടുക്കുക. ആ സർക്കിളിനെ ഞാൻ ഇങ്ങനെ മുറിക്കുക, വെട്ടി മുറിച്ച്. എത്ര ആയിട്ട് മുറിച്ച്, 360 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ച്. 360 ഇല്ല, പക്ഷെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാന്ന് വിചാരിക്കുക, മുറിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരു കംപ്ലീറ്റ് സർക്കിളിനെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനെ എന്ത് ചെയ്തു, 360 ആയിട്ട് മുറിച്ചു അല്ലയോ. സോ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ അല്ലെങ്കിൽ 1 റെവല്യൂഷനെ ഞാൻ എന്ത് ചെയ്തു, 360 ആയിട്ട് മുറിച്ചു. സോ 360 പാർട്സ് ആയിട്ട് എന്ത് ചെയ്തു, മുറിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പാർട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്തോന്ന്, 1 ഡിഗ്രി. ഓക്കെ ആണോ. സോ അങ്ങനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചാൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, ഒരു സെക്ടർ കിട്ടത്തില്ലയോ. ആ സെക്ടറിന്റെ ആംഗിളാണ് എത്രത്, 1 ഡിഗ്രി എന്ന് പറയുന്നത്. സോ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, ഒരു കംപ്ലീറ്റ് സർക്കിളിനെ ഞാൻ എന്ത് ചെയ്തു, 360 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചു. അതിൽ ഒരു പാർട്ട് ഉണ്ടാക്കുന്നതാണ്ട് ഈ ആംഗിളിനെ ഞാൻ എന്ത് വിളിച്ചു, 1 ഡിഗ്രി എന്ന് വിളിച്ചു. ഓക്കെ. അങ്ങനെയുള്ള 2 പാർട്ട് ചേർന്നാൽ എത്ര ഡിഗ്രി ആയി, 2 ഡിഗ്രി ആയി. അങ്ങനെയുള്ള 3 പാർട്ട് ചേർന്നാൽ എത്ര ഡിഗ്രി ആയി, 3 ഡിഗ്രി ആയി അല്ലയോ. അങ്ങനെയുള്ള 360 പാർട്സുകൾ ചേരുമ്പോഴാണ് എന്താവുന്നത്, ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവുന്നത്. ഓക്കെ ആണേ. ഓക്കെ. ഇനി നമുക്ക് റേഡിയനെ ഡിഫൈൻ ചെയ്യാം. റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നോക്കിയാൽ ഇതെന്താ, ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ ഒരു സെക്ടർ എടുത്തു, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഒരു ആർക്ക് സെക്ടർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ഒരു ആർക്ക് സെക്ടർ. ഈ ആർക്ക് സെക്ടറിന്റെ ഇതാണ്ട് ഈ ലെങ്തിനെ നമ്മൾ എന്ത് വിളിക്കും, ഈ ലെങ്തിനെ ഞാൻ എന്ത് വിളിക്കും, ഇതിനെ വിളിക്കും ആ ആർക്കിന്റെ ലെങ്ത്. ആർക്ക് ലെങ്ത്. ഈ ആംഗിൾ എന്താ, ഈ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. ഞാൻ തീറ്റയെ ഇങ്ങനെ മെഷർ ചെയ്യുന്നത്, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് വിചാരിക്കുക, 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇങ്ങനെയാണ് ഞാൻ തീറ്റ മെഷർ ചെയ്യുന്നതെങ്കിലോ, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇങ്ങനെയാണ് ഞാൻ തീറ്റ മെഷർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ തീറ്റയെ എന്ത് വിളിക്കും, ആ തീറ്റയെ വിളിക്കും റേഡിയൻ എന്ന് വിളിക്കും. റേഡിയൻ എന്ന് വിളിക്കും. ഓക്കെ. സോ ശരിക്കും പറഞ്ഞാൽ തീറ്റ ഞാൻ ഈ 2 ലെങ്തുകൾ യൂസ് ചെയ്താണ് ഞാൻ മെഷർ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് വിളിക്കും, ആ തീറ്റയെ റേഡിയൻ എന്ന് വിളിക്കും. നമ്മൾ പ്രോബ്ലത്തിനെല്ലാം യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒരു പ്രോബ്ലത്തിൽ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിക്കുക. അങ്ങനെ പ്രോബ്ലത്തിൽ ആംഗിൾസ് യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുകയോ ആംഗിൾസ് യൂസ് ചെയ്ത് നമ്മളൊന്നിനെ ഡിവൈഡ് ചെയ്യുകയൊക്കെ വേണമെങ്കിൽ ആ ആംഗിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, ഈ റേഡിയൻ ആംഗിൾ ആയിരിക്കും.
നമ്മൾ ഡിഗ്രിയെ യൂസ് ചെയ്ത് ഡിഗ്രിയെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യത്തില്ല, മൾട്ടിപ്ലൈ ചെയ്തൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ സർക്കിളിൻ്റെ പെരിമീറ്റർ, ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ഈ സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ് ചെയ്യുന്നത് അല്ലയോ? പക്ഷെ ആ ഉപയോഗിക്കുന്ന ആംഗിൾ എന്താ? റേഡിയനിലുള്ള ആംഗിളാണ്. 2πr നമ്മൾ ഇക്വേഷൻ കേട്ടിട്ടില്ലയോ? 2πr കണ്ടോ? ഈ ആംഗിൾ ഉപയോഗിച്ചത് എന്താ? റേഡിയനിലാണ്. ഓക്കെ, സോ അതൊന്ന് മനസ്സ് വിചാരിച്ചേക്കുക, ഒന്ന് മനസ്സ് വെച്ചേക്കുക. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആവും. ഒന്നുമില്ല, ബേസിക്കലി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ഒരു സാധനത്തെ ഒരു ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സാധനത്തെ ആംഗിൾ കൊണ്ട് നിങ്ങൾക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്ന് വിചാരിക്കും. ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി. ഈ തീറ്റ ആരായിരിക്കും? ഈ തീറ്റയെ നമ്മൾ എങ്ങനെ എഴുതണം? റേഡിയനിൽ എഴുതണം. നമ്മൾ ഡിഗ്രി ഉപയോഗിക്കൂ? നമ്മൾ ഡിഗ്രി ഉപയോഗിക്കത്തില്ല, പകരം നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ഈ തീറ്റ റേഡിയനിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ പ്രോബ്ലംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തീറ്റ എവിടെയെങ്കിലും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോ ഉപയോഗിക്കും? നമ്മളത് റേഡിയനിൽ ഉപയോഗിക്കും. ഓക്കെ ആണോ? അത്രയേ ഉള്ളൂ. ഓക്കെ, സോ 2 ടൈപ്പ് മെഷറുണ്ട്, ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. ഡിഗ്രി എന്താണെന്ന് നമുക്കറിയാം. എന്താ? ഒരു കംപ്ലീറ്റ് റെവല്യൂഷനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു പാർട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? 1 ഡിഗ്രി. റേഡിയനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിലോ? റേഡിയൻ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും നമ്മൾ ലെങ്തുകളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ ലെങ്താ? ഒന്ന് ആർക്ക് ലെങ്ത്, ഒന്നെന്താ? റേഡിയസ്. പഠിച്ചങ്ങ് വെച്ചോ. തീറ്റ ഈസിക്കൽ എന്താ? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. തീറ്റ ഈസിക്കൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ. നമുക്ക് ഈ ആംഗിൾസിനെയൊക്കെ ഒന്ന് കാണാം. ഇതാ നോക്കിക്കേ, ഒരു കംപ്ലീറ്റ് സർക്കിൾ ഉണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ ആരുണ്ട്? നമ്മുടെ കയ്യിലൊരു കംപ്ലീറ്റ് സർക്കിൾ ഉണ്ട്. ഓക്കെ, സോ ഈ കംപ്ലീറ്റ് സർക്കിളിൻ്റെ റേഡിയസ് ആറാന്ന് വിചാരിക്കുക. ഈ സർക്കിളിൻ്റെ എന്തുവാ? സർക്കംഫറൻസ്. ഈ സർക്കിളിൻ്റെ എന്തുവാ? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ അല്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ അല്ലേ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതാണ്ട് ഇവിടെ നിങ്ങളൊരു നൂലെടുത്ത് വയ്ക്കുക. ആ നൂല് ഈ സർക്കിളിൻ്റെ മണ്ടേ കൂടെ കറക്കി തിരിച്ചിവിടെ കൊണ്ടുവയ്ക്കുക. നൂത്തെടുക്കുക, സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. അതായിരിക്കും എന്തോന്ന്? ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു നൂലെടുത്ത് ചുറ്റിയിട്ട് അത് നീട്ടിപ്പിടിച്ച് അതിൻ്റെ അളവെടുത്ത് അളന്ന് നോക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും? നമുക്കറിയാം, തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആണോ? ആണ്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആവുകയാണെങ്കിൽ എത്ര ഡിഗ്രി കറങ്ങി? 360 ഡിഗ്രി കറങ്ങി അല്ലയോ? അല്ലെങ്കിൽ എത്ര റേഡിയൻ കറങ്ങി നമ്മൾ പഠിച്ചിട്ടുള്ളത്? എത്ര റേഡിയൻ കറങ്ങി? ടോട്ടൽ ഇതാണ്ട് ഇത്രയും ഉള്ള എത്ര റേഡിയൻ കറങ്ങി നമ്മൾ പഠിച്ചിട്ടുണ്ട്? എത്ര? 2π റേഡിയൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. നാടെ നോക്കിയേ, ഇതിൻ്റെ ആർക്ക് ലെങ്ത് എത്ര? കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങുക. കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആർക്ക് എന്തോ ആയി? ആണ്ട് ഇത്രേ ആയി ഇല്ലയോ? ആർക്ക് ലെങ്ത് ഇത്രയായി ഇല്ലയോ? കംപ്ലീറ്റ് റൊട്ടേഷൻ. സോ ആർക്ക് ലെങ്ത് എന്തോ ആയി? 2πr. സർക്കംഫറൻസ് തന്നെ അല്ലേ? അല്ലെങ്കിൽ പെരിമീറ്റർ തന്നെ അല്ലേ ഇത് അല്ലേ? സോ ആർക്ക് ലെങ്ത് എന്തോ ആയി ഇവിടെ? 2πr ഡിവൈഡഡ് ബൈ റേഡിയസ് എന്തോ ആയി? ആറും വെട്ടിപ്പോ എത്ര കിട്ടി? 2π. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റേഡിയനാ? 2π റേഡിയൻ ഇല്ലേ? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? 2π റേഡിയൻ. ഓക്കെ ആണോ? ഓക്കെ, സോ ബേസിക് ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. ഇതാ നോക്കിക്കേ, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് നമുക്കറിയാം. ഇനി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങിയാൽ എത്ര ആർക്ക് ലെങ്ത്? കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇത്രേ ഇല്ലയോ? സോ ആർക്ക് ലെങ്ത് എത്ര? 2πr. ഈ ആർക്ക് ലെങ്ത് കംപ്ലീറ്റ് റൊട്ടേഷൻ ആണെങ്കിൽ ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? പെരിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ ആണെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പെരിമീറ്റർ തന്നെയാണ്, അല്ലെങ്കിൽ എന്താ? സർക്കംഫറൻസ് തന്നെയാണ്. അതിൻ്റെ വാല്യൂ എന്താ? 2πr. ഇതിൻ്റെ വാല്യൂ എന്താ? 2πr. ഓക്കെ ആണോ? എപ്പോഴാ കണ്ടീഷൻ? ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ. ഓക്കെ. സോ ഫിസിക്സിൽ പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു വീല്
ഒരു ഫുൾ റൊട്ടേഷൻ കറങ്ങി, അല്ലെങ്കിൽ 2 ഫുൾ റൊട്ടേഷൻ കറങ്ങി. 2 ഫുൾ റൊട്ടേഷൻ കറങ്ങുവാണെങ്കിൽ അത് എത്ര ഡിഗ്രി തിരിയും? ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എത്ര? 2π. 2 ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എത്ര? 2πയും കറങ്ങി, വീണ്ടും ഒരു 2π കറങ്ങി. അപ്പോൾ എത്ര പൈ? 4π. ഓക്കെ. സോ 3 റെവല്യൂഷൻ കറങ്ങി എന്ന് പറഞ്ഞാൽ എത്ര? 2π 2π 2π. അപ്പോൾ എത്രയായി? 6π ആയി. ഓക്കെ ആണോ? ഓക്കെ. സോ നോക്കിക്കോ ആംഗിൾസ്. നമുക്കറിയാം കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രി. കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര? ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര? 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം 2π ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ. സോ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് മനസ്സിലായി? 2π ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 2π ആണെങ്കിൽ ആർക്ക് ലെങ്ത് എത്ര? ഇത് ഡിഗ്രി മെഷറാ, ഇത് റേഡിയൻ മെഷറാ. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് എത്ര? ആർക്ക് ലെങ്ത് നമുക്കറിയാം കംപ്ലീറ്റ് റൊട്ടേഷൻ ആണെങ്കിൽ ആർക്ക് ലെങ്ത് എത്ര? ആർക്ക് ലെങ്ത് 2πr. സോ 2πr. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരു ഹാഫ് റൊട്ടേഷന് നേരെ പകുതി റൊട്ടേറ്റ് ചെയ്തുള്ളൂ. പകുതി റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര? ഒരു സെമി സർക്കിൾ അല്ലേ? പകുതി റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര? സെമി സർക്കിൾ അല്ലയോ? മൊത്തം റൊട്ടേറ്റ് ചെയ്തില്ല, അതിൻ്റെ നേരെ പകുതി. അപ്പോൾ എത്ര ഡിഗ്രി? 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 360ൻ്റെ പകുതി. അപ്പോൾ 2πയുടെ പകുതി. 2πയുടെ പകുതി എത്ര ഡേ? പൈ. 2πയുടെ പകുതി പൈ. സോ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ അല്ലേ? പൈ റേഡിയൻ എന്ന് പറയുമ്പോൾ ഈ ആർക്ക് ലെങ്ത് എത്ര? മൊത്തം ആണെങ്കിൽ 2πr. അതിൻ്റെ നേരെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ 2πrൻ്റെ പകുതി. ഇപ്പം എത്ര? πr. ഓക്കെ ആണോ? ഓക്കെ. സോ ആർക്ക് ലെങ്ത് കിട്ടണമെങ്കിൽ ബേസിക്കലി മനസ്സിലാക്കുക, ആർക്ക് ലെങ്ത് കിട്ടണമെങ്കിൽ ഈ പൈയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആംഗിളിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലയോ? ആർക്ക് ലെങ്ത് കിട്ടണമെങ്കിൽ തീറ്റ ഈസിക്കൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസാ. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തീറ്റ ഇൻറ്റു റേഡിയസ് ചെയ്താൽ മതി. തീറ്റ ഇൻറ്റു റേഡിയസ് ചെയ്താൽ മതി. ഈ തീറ്റ എന്തിലായിരിക്കും? റേഡിയനിലായിരിക്കും. തീറ്റ എന്തിലായിരിക്കും? റേഡിയനിലായിരിക്കും. ഓക്കെ. സോ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് 180 ഇൻറ്റു ആർ ചെയ്താൽ മതിയോ? പോരാ, ഞാൻ പറഞ്ഞായിരുന്നില്ലയോ? അങ്ങനെ കാൽക്കുലേഷൻസിലെല്ലാം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയനിലുള്ള ആംഗിൾ മെഷർമെൻറ്റ്. ഓക്കെ. സോ തീറ്റ പൈ ഇൻറ്റു ആർ. ഇനി നേരെ പകുതിയേ ഉള്ളെങ്കിലോ? നേരെ പകുതി ഈ 180 ഡിഗ്രിയുടെയും പകുതിയാണെങ്കിലോ? 180 ഡിഗ്രിയുടെയും പകുതിയാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലയോ? സോ 180യുടെ പകുതി അല്ലെങ്കിൽ 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? പൈയുടെയും പകുതിയാവും. സോ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? π/2 റേഡിയൻ. ഈ കൺവേർഷൻസ് മനസ്സിൽ പെട്ടെന്ന് വരേണ്ട കൺവേർഷൻസാണ്. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2 റേഡിയൻ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് എത്ര? π/2 ഇൻറ്റു ആർ. π/2 ഇൻറ്റു ആർ. ഓക്കെ. ഓക്കെ. സോ ഇതായിരിക്കും ആർക്ക് ലെങ്ത്, π/2 ഇൻറ്റു ആർ. അതിൻ്റെയും പകുതി എത്ര വരും? 45 ഡിഗ്രി. സോ 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്ത് വരും? π/2ൻ്റെ പകുതി, അല്ലെങ്കിൽ അതെന്താ? π/4 റേഡിയൻ. സോ πr/4 ആർക്ക് ലെങ്ത്. ഓക്കെ. ഓക്കെ. ഇനി ഇതാ നോക്കിയേ, നമുക്കറിയാം 60 ഡിഗ്രി. 60 ഡിഗ്രി. 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 180 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി അല്ലയോ? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി, അല്ലെങ്കിൽ എത്ര? π/3. സോ എന്താ? π/3. അതേപോലെ 30 ഡിഗ്രി ആണെങ്കിലോ? 30 എന്ന് പറയുമ്പോൾ 60യുടെ എന്താ? നേരെ പകുതി. 60യുടെ നേരെ പകുതി. അപ്പോൾ എത്ര? π/3യുടെ നേരെ പകുതി. π/3 ഇൻറ്റു 1/2. π/3യുടെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? π/3യുടെ പകുതി. പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ ആലോചിക്കുക? ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇല്ലയോ? 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ. പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ഇല്ലേ? സോ π/3യുടെ പകുതി. സോ π/3 ഇൻറ്റു 1/2. അപ്പം എന്ത് കിട്ടും? π/6. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ ആംഗിളിൻ്റെ കൺവേർഷൻസ് എല്ലാം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഓക്കെ. അതുപോലെ നിങ്ങൾ ഇനി ഓർക്കേണ്ട കുറച്ച് ബേസിക് വാല്യൂസ് നമ്മുടെ ഈ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് ഞാൻ എഴുതി തരാം. ഓക്കെ. സൈൻ 0 എന്താണ്? 0 ആണ്. സൈൻ 30 എന്താണ്? 1/2 ആണ്. ഓക്കെ.
സൈൻ 45 1/√2. ഓക്കെ, അതേപോലെ സൈൻ 60 √3/2. ലാസ്റ്റ് സൈൻ 91. ഓക്കെ ആണോ? അപ്പൊ സൈൻ്റെ വാല്യൂ 0-ൽ നിന്ന് 90-ലോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യുക? കൂടി പോവുക. വാല്യൂ 0 ആയിരുന്നു 1/2 ആയി, 1/√2 ആയി, √3/2 ആയി, 1 ആയി. ഓക്കെ. ഇതുപോലെ കോസ് 0 1 അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ വാല്യൂ ആയി. ഓക്കെ, സോ കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. ഓക്കെ, അടുത്തത് ടാൻ 0. ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തോ സൈൻ ബൈ കോസ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്തോന്ന് ടാൻ തീറ്റ. സോ 0/1 എന്തുവാ 0, 1/2 ഡിവൈഡഡ് ബൈ √3/2 ഇല്ലയോ, അതായിരിക്കും എന്തോന്ന് ടാൻ 30. 1/2 ഡിവൈഡ് ബൈ √3/2, സോ അതെന്ത് കിട്ടും 1/√3. ഓക്കെ. അടുത്തത് ടാൻ 45 ഈസ് ഈക്വൽ ടു 1. സോറി ടാൻ 60 എത്ര കിട്ടും? √3/2/1/2, സോ എന്ത് കിട്ടും? √3. അതേപോലെ സൈൻ 90 ബൈ കോസ് 90 എന്താ 1/0. 1/0 എന്ന് പറഞ്ഞാൽ എത്ര? 1/0 എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയും നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. എന്ത് പറയും? നോട്ട് ഡിഫൈൻഡ്. സോ മക്കളെ, ഏത് പാതിരാത്രി വിളിച്ചെണീപ്പിച്ചാലും ഈ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. പല പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ മെക്കാനിക്സ്, എൻ്റെ ഫിസിക്സിനകത്ത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ വാല്യൂസ് കാണാതെ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. സോ ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ അല്ലയോ? എ സിയിൽ വരുമ്പോഴും ഓസിലേഷൻസ് വരുമ്പോഴും അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിലും ആൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിലും ഈ വാല്യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, സോ വാല്യൂസ് പഠിച്ചു വെച്ചേക്കണം. സൈൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും നിങ്ങൾക്ക് ആൾറെഡി അറിയായിരിക്കും, പക്ഷേ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഈ വാല്യൂസ് +1 പഠിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ വാല്യൂസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത് തറവായിട്ട് പഠിക്കണം. ഏത് പാതിരാത്രി വിളിച്ചെണീപ്പിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ സൈൻ 0 0 30 1/2 1/√2 √3/2 1 കോസ് ടാൻ. ഓക്കെ, സോ ഇത് ഇപ്പം തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഈ ലെക്ചർ കംപ്ലീറ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഈ വാല്യൂസ് എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, നമുക്കൊരു കൺവേർഷൻ നോക്കാം. ആംഗിൾ കൺവേർഷൻ, ബേസിക് കൺവേർഷൻ നമ്മൾ പഠിച്ചു. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 2π. അതിൻ്റെ പകുതി 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? π റേഡിയനാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇനി ബേസിക് ഒരു റൂളുണ്ട് ആംഗിൾസിനെ കൺവേർട്ട് ചെയ്യാൻ. ഡിഗ്രി മെഷർമെൻറ്റ് അറിയാമെങ്കിൽ നമുക്ക് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു ബേസിക് റൂളുണ്ട്. അതാ നോക്കിയാൽ ആംഗിൾ കൺവേർഷൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന ആംഗിൾ എന്താണെന്ന് വിചാരിക്കുക? ഡിഗ്രിയിലാണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ആംഗിൾ എന്തിലാണെന്ന് വിചാരിക്കുക? ഡിഗ്രിയിലാണെന്ന് വിചാരിക്കുക. എനിക്കതിനെ എന്തിലോട്ടാക്കണം? റേഡിയനിലോട്ടാക്കണം. എന്തിലോട്ടാക്കണം? റേഡിയനിലോട്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നുമില്ല, സിമ്പിളാ. ഇൻറ്റു എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഡിഗ്രിയാണ് കിടക്കുന്നത്, റേഡിയനിലോട്ടാക്കണം. നമുക്കറിയാം റേഡിയൻ എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ π 2π 3π π/3 π/2 ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ എന്തോന്ന്? റേഡിയൻ എന്ന് പറയുന്നത്. സോ റേഡിയനിലോട്ടാക്കണം. സോ ഇൻറ്റു എന്ത് ചെയ്യുക? π/180. ഇൻറ്റു എന്ത് ചെയ്യുക? π/180. റേഡിയനിലോട്ടല്ലേ ആക്കേണ്ടത്? പൈ വരുന്ന ആളിലോട്ടല്ലേ നമുക്ക് ആക്കേണ്ടത്? സോ ഇൻറ്റു π/180. ഇനി തിരിച്ചാണ്, റേഡിയനിൽ നിന്ന് എന്തിലോട്ടാക്കണം? ഡിഗ്രിയിലോട്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ഡിഗ്രി ആ മേളി വരേണ്ടത് ഇല്ലയോ? അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്യും? 180/π. ഇത്രയേ ഉള്ളൂ. സോ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ടാക്കണോ എന്ത് ചെയ്യണം? ഇൻറ്റു π/180. കാരണം റേഡിയനിലോട്ടാവേണ്ടത്. അപ്പോൾ റേഡിയൻ എവിടെ വരണം? മേളി വരണം. സോ ഇൻറ്റു π/180. ഇനി റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടാക്കേണ്ടത്. അപ്പോൾ ആര് മേളി വരണം? ഡിഗ്രി മേളി വരണം. എന്തുവാ? ഡിഗ്രിയിലോട്ടാക്കേണ്ടത്. സോ ഡിഗ്രി മേളി വരണം. എന്താ? 180/π എന്ന് എഴുതണം.
ഓക്കെ ആണോ? ഓക്കെ. സോ ബേസിക് കണക്കുകൾ ചെയ്തു നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 7π/3 അതിന് എന്തോതിലോട്ടാക്കണം? എനിക്ക് ഡിഗ്രിയിലോട്ടാക്കണം. എനിക്ക് എന്തോതിലോട്ടാക്കണം? ഡിഗ്രിയിലോട്ടാക്കണം. സോ 7π/3 എൻ്റെ കയ്യിലുണ്ട്. 7π/3 ഇൻറ്റു എന്ത് ചെയ്യും? ഡിഗ്രിയിലോട്ടാക്കണം. സോ ഡിഗ്രി വേണം ഇൻറ്റു 180/π. അപ്പോൾ എന്ത് ചെയ്തോളും? റേഡിയൻ അങ്ങ് വെട്ടിപ്പോക്കോളും. ഇനി എന്ത് ചെയ്യും? 3 കൊണ്ട് വെട്ടിയാൽ എന്ത് കിട്ടും? 6 420 ഡിഗ്രി. എത്ര ഡിഗ്രി? 420 ഡിഗ്രി. 420 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് മക്കളെ? 420 ഡിഗ്രി ആ നോക്കിയേ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആയപ്പോൾ എത്രയായി? 360 ഡിഗ്രി ആയി അല്ലയോ? സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായി? 360 ആയി. ഇനി 360ൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്. 360 പ്ലസ് എത്ര? 420 എന്ന് പറഞ്ഞാൽ 360, 370, 380, 390, 400, 410, 420. എത്ര ഡിഗ്രി കൂടെ കൂടി? 60 ഡിഗ്രിയും കൂടെ കൂടി ഇല്ലയോ? സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനും കറങ്ങി, അതിൻ്റെ കൂടെ എന്ത് ചെയ്ത്? ഒരു 60 ഡിഗ്രിയും കൂടെ കറങ്ങി. ഓക്കെ. സോ ഈ വടി താണ്ടെ ഇവിടെ ഇരുന്ന് എൻ്റെ പേനയാന്ന് വിചാരിക്കുക, അത് 420 ഡിഗ്രി കറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി, എന്നിട്ട് എന്ത് ചെയ്ത്? യോതാ പോയി. ഓക്കെ. അതെന്ത് ചെയ്ത്? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്തത്? ഒരു 60 ഡിഗ്രിയും കൂടെ കറങ്ങി. ഓക്കെ ആണോ? സോ ഒരു ഫുൾ റൊട്ടേഷൻ കറങ്ങി, അതിൻ്റെ കൂടെ ഒരു 60 ഡിഗ്രിയും കൂടെ കറങ്ങി. അപ്പോൾ നമ്മൾ എത്ര പറയും? അത് 420 ഡിഗ്രി കറങ്ങി എന്ന് പറയും. ഓക്കെ. സോ മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദാണ്ട ഒരു കണക്ക് ചെയ്യും. നിങ്ങൾ ഒരു ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ ചെയ്യും. പറ. ഒരു 30 ഡിഗ്രി നമുക്കറിയാവുന്നല്ലോ. അല്ലെങ്കിൽ ഒരു 15 ഡിഗ്രി എനിക്ക് എന്തിലാക്കണം? റേഡിയനിലാക്കണം. ഓക്കെ. 15 ഡിഗ്രി എന്തിലാക്കണം? റേഡിയനിലാക്കണം. ഓക്കെ. ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ പറയാൻ പറ്റും. എത്ര? 30 ഡിഗ്രിയുടെ പകുതിയാണെന്ന് തോന്നുന്നു 15 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? നമ്മൾ നേരത്തെ പഠിച്ചു. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? π/6 അല്ലേ? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? π/12 വരും. ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. നമുക്ക് കണക്കായിട്ട് തന്നെ ചെയ്ത് നോക്കാം. 15 ഡിഗ്രി. സോ 15 ഇൻറ്റു റേഡിയനിലോട്ടാക്കണം. സോ ഇൻറ്റു എന്തുവാ? π/180. സോ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. സോ അടുത്തത് നമ്മുടെ ഈ ഒരു സെഷൻ്റെ, ഈ ഒരു ലെക്ചറിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവുക. ഈ ഒരു സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ, അതിൻ്റെ ഒരു കുഞ്ഞി പ്രോബ്ലം കൂടെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ കവർ ചെയ്യും. ഓക്കെ. നോക്കാം എന്തുവാ ഈ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. തീറ്റ വളരെ വളരെ ചെറുതാണെങ്കിൽ സോ ബേസിക്കായിട്ട് നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് തീറ്റ ഒരു 30 ഡിഗ്രി വരെ ആണെങ്കിലും നമുക്ക് ഏത് അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം? സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പക്ഷെ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് തീറ്റ ഒരു 5 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. വലിയ എറർ ഒന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. നമുക്ക് ആൾമോസ്റ്റ് ഒരു 30 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. എന്താണ് ഈ അപ്രോക്സിമേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സിമ്പിളാ, നിങ്ങൾ കേട്ടിട്ടുള്ളതാ. ഞാൻ നോക്കിയേ, തീറ്റ ഇഫ് തീറ്റ ഈസ് സ്മോൾ ആണെങ്കിൽ എന്താ? സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ? തീറ്റ. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ? തീറ്റ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. ഈ റൂൾ നമുക്ക് എവിടം വരെ യൂസ് ചെയ്യാം? എവിടം വരെ? തീറ്റ ഒരു 30 ഡിഗ്രി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എറർ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, എറർ ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല, എറർ ഏറ്റവും മിനിമത്തിൽ യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? തീറ്റ ലെസ് ദാൻ 5 ഡിഗ്രി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോളുക. ഈ തീറ്റ എന്ന് പറയുന്നത് എന്തിലായിരിക്കും? റേഡിയനിലായിരിക്കണം. റേഡിയനിലായിരിക്കണം. അതായത് തീറ്റ ലെസ് ദാൻ 5 ഡിഗ്രി, അല്ലെങ്കിൽ നമുക്ക് പറയണം തീറ്റ ലെസ് ദാൻ 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 5 ഇൻറ്റു റേഡിയനിലാക്ക് π/180 അല്ലയോ? സോ 5 ഇൻറ്റു π/180 ക്യാൻസൽ ചെയ്ത് കളാം. 180 ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180/5 അല്ലെങ്കിൽ π/36. ഓക്കെ. സോ ഇത്രയും റേഡിയൻ ആയിരിക്കണം. തീറ്റ ലെസ് ദാൻ എന്തായിരിക്കണം? π/36 റേഡിയൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എഴുതണമെങ്കിൽ ഈ തീറ്റ എന്തായിരിക്കണം? അത് റേഡിയനിലായിരിക്കണം. ഓക്കെ. അതുപോലെ തീറ്റ ഈ സ്മോൾ ആണെങ്കിൽ ഇതേ ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ തീറ്റയും ആയിരിക്കും. ഇതേ ഈക്വൽ ടു എന്തുമായിരിക്കും? ടാൻ തീറ്റയും ആയിരിക്കും.
അപ്പം ടാൻ തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, സൈൻ തീറ്റയും ടാൻ തീറ്റയും നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, തീറ്റയായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. എപ്പം തീറ്റ വളരെ കുഞ്ഞാണെങ്കിൽ. ഏറ്റവും ബെസ്റ്റ് എപ്പോഴാണ്, തീറ്റ ലെസ് ദാൻ 5 ഡിഗ്രി ആണെങ്കിൽ. ഓക്കെ ഓക്കെ, ഇപ്പോൾ 30 ഡിഗ്രി വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ കാണിക്കാം. സൈൻ 30 ഡിഗ്രി വരെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ 30 വെച്ച് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്കറിയാം സൈൻ 30യുടെ വാല്യൂ എത്ര, സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്ര, 1/2 അല്ലയോ, അല്ലെങ്കിൽ അത് എത്ര, 0.5. നമ്മുടെ അപ്രോക്സിമേഷൻ നോക്കാം. സൈൻ 30 ഞാൻ പറഞ്ഞത് 30 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റത്തില്ല. നമ്മൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 30 എന്ന് എഴുതാൻ പറ്റും, എഴുതാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു ഈ തീറ്റ എന്തിലായിരിക്കണം, റേഡിയനിലായിരിക്കണം. ഈ തീറ്റ എന്തിലായിരിക്കണം, റേഡിയനിലായിരിക്കണം. അല്ലെങ്കിൽ സൈൻ 30 നമുക്ക് ഇങ്ങനെ വിളിക്കാം, സൈൻ റേഡിയനി പറ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര, π/6. 30 എന്ന് പറഞ്ഞാൽ എത്ര, π/6. ഓക്കെ, സോ സ്മാൾ ആംഗിൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുക. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ π/6 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെന്ന് വിളിക്കാം, എനിക്ക് π/6 എന്ന് വിളിക്കാം. π/6 എന്ന് പറഞ്ഞാൽ എത്ര, π/6 പൈയുടെ വാല്യൂ എത്ര, 3.14 ഡിവൈഡഡ് ബൈ 6. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 3.14. ആ 0.14 ഞാൻ അങ്ങനെ നെഗ്ലക്ട് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് എന്ത് വരും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/2 എന്ന് വരും. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും, 0.5 വരും. ഉള്ളതല്ലേ അല്ലേ, 3.14 ആ 0.14 ഞാൻ എന്ത് ചെയ്യാന്ന്, നെഗ്ലക്ട് ചെയ്യാന്ന് വിചാരിക്കുക. സോ 3/6 എന്ന് വരും. 3/6 കട്ട് ചെയ്ത് നോക്ക്, 3/6 കട്ട് ചെയ്ത് നോക്കൂ, 3 കൊണ്ട് കട്ട് ചെയ്യും, എന്ത് വരും, 1/2 എന്ന് വരത്തില്ലേ. സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം, 0.5. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര വരെ ഉപയോഗിക്കാം, നമുക്ക് 30 ഡിഗ്രി വരെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ എറർ ഏറ്റവും മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എവിടം വരെ യൂസ് ചെയ്യാറുള്ളൂ, ഒരു 5 ഡിഗ്രി താഴെയുള്ള ആംഗിൾസിന് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ താണ്ടെ ഞാനൊരു വാല്യൂ തരാം, ചുമ്മാ കണ്ടുപിടിച്ച് നോക്ക്. സൈൻ 3 ഡിഗ്രി, സൈൻ 3 ഡിഗ്രി. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡിഗ്രി കിടന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. ഇതെന്തിൽ വരണം, റേഡിയനി വരണം. സോ നമ്മൾ എന്ത് വിളിക്കും, സൈൻ 3 ഡിഗ്രി, അല്ലെങ്കിൽ അതിന് എന്ത് വിളിക്കും, സൈൻ 3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര, 3 ഇൻറ്റു റേഡിയനിലാക്കണമെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം, π/180. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, സൈൻ 3 കട്ട് ചെയ്യും, π/60 അല്ലേ, വിച്ച് ഈസ് ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും, π/60 എന്ന് വരും. ഓക്കെ ആണോ? സോ π/60 എന്ന് പറഞ്ഞാൽ എന്താ, π/60 എന്ന് പറഞ്ഞാൽ എത്ര, π/60 എന്ന് പറയുമ്പോൾ നമുക്ക് വിളിക്കാം 3.14 ഡിവൈഡഡ് ബൈ 60 അല്ലയോ. കട്ട് ചെയ്, നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ചെയ്, 3യും 6ഉം വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 1/2 എന്ന് കിട്ടും അല്ലയോ. 3യും 6ഉം കൂടെ കട്ട് ചെയ്താൽ 1/2 എന്ന് കിട്ടും അല്ലയോ. സോ ഇതെന്ത് വരും, 1/220 വരും, 1/20 വരും അല്ലയോ. 3യും 60ഉം കൂടെ 1/20 എന്ന് വരും. 1/2 എന്ന് പറഞ്ഞാൽ എത്ര, 0.5 അല്ലയോ. 1/20 എനിക്ക് 1/2 ഇൻറ്റു 10 എന്ന് എഴുതി കൂടെടാ. അങ്ങനെയാണെങ്കിൽ പറ 1/2 എത്ര, 0.5 ഡിവൈഡഡ് ബൈ 10 എത്ര, 0.05. സോ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതാണ് എന്തോന്ന്, നമ്മുടെ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം മക്കളേതാ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ വെച്ച് നമ്മൾ ചെയ്യാൻ പോകും. ഓക്കെ, ഞാൻ താണ്ട് ഇവിടെ ഇങ്ങനെ നിന്നതാണ്. ഇവിടുന്ന് എൻ്റെ അടുത്തുനിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരെ ഒരു മരം ഉണ്ടായിരുന്നു വിചാരിക്കുക. എന്തുണ്ടായിരുന്നു വിചാരിക്കുക, ഒരു മരം ഉണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, സോ 1 കിലോമീറ്റർ അപ്പുറത്തൊരു മരമുണ്ട്. ഈ മരത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, എനിക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഞാൻ ഈ മരത്തിൻ്റെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, മരത്തിൻ്റെ മണ്ടയിലോട്ട് നോക്കുക. സോ എനിക്കൊരു പ്രൊട്രാക്ടർ വെച്ച് അളന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നോക്കിയത് എത്ര ആംഗിളിലാണ്, 1.8 ഡിഗ്രിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, നോക്കിയത്. സോ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ മരത്തിൻ്റെ ഹൈറ്റ് h കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഒരു ആംഗിൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്താ, ഓപ്പോസിറ്റ് സൈഡ്. കണ്ടോ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, നമ്മുടെ കയ്യിൽ അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്, ആംഗിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആരുണ്ടെന്ന അർത്ഥം, ടാൻ തീറ്റ ഉണ്ടല്ലോ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ
അഡ്ജസൻറ്റ് സൈഡ് അല്ലയോ? ഓപ്പോസിറ്റ് സൈഡ് എന്താ ഇവിടെ? എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എത്ര ഇവിടെ? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? കിലോ എന്ന് പറഞ്ഞാൽ എത്ര? കിലോ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരണം 1000 അല്ലെങ്കിൽ 10⁻³ കിലോ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരണം 1000 അല്ലെങ്കിൽ 10⁻³. സോ 1000 മീറ്റർ. ഓക്കെ, 1000 മീറ്റർ. ഇനി നമുക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? എച്ച് കണ്ടുപിടിച്ചാൽ മതി. സോ എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വിളിക്കാം? എച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു 1000. ഓക്കെ, സോ എച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ എത്ര ഇവിടെ? തീറ്റ 1.8 ഡിഗ്രി. സോ ടാൻ 1.8 ഇൻറ്റു 1000. പക്ഷെ നമുക്ക് ടാൻ 1.8ൻ്റെ വാല്യൂ അറിയാമോ? നമുക്കറിയത്തില്ല. ടാൻ 1.8ൻ്റെ വാല്യൂ അറിയത്തില്ല. പക്ഷേ നമുക്കറിയാം 5 ഡിഗ്രിയിൽ താഴെയുള്ള ഒരു ആംഗിൾ ആണെന്ന് തോന്നുന്നു 1.8 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഈസി ആയിട്ട് എന്ത് ഉപയോഗിക്കാം? നമുക്ക് സ്മാൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം അല്ലേ? സോ ടാൻ 1.8ൻ്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ 1.8. ടാൻ 1.8 മക്കളെ 1.8 ഡിഗ്രിയാണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കണം അല്ലയോ? സോ ടാൻ ഡിഗ്രി 1.8ൻ്റെ ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 1.8 ഇൻറ്റു റേഡിയനിലോട്ടാക്കണം. സോ റേഡിയനിലോട്ടാക്കണം ഇൻറ്റു π/180 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1.8 എന്ന് പറഞ്ഞാൽ എത്ര? 180 ഡിവൈഡഡ് ബൈ 10 ആണോ? ഈ 1.8നെ എനിക്ക് എന്ത് വിളിക്കാം? 1.8നെ 180 ഡിവൈഡഡ് ബൈ 10 എന്ന് വിളിക്കാം. സോറി, 180 ഡിവൈഡഡ് ബൈ 10 അല്ല, 180 ഡിവൈഡഡ് ബൈ 100 എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഓക്കെ, സോ 1.8നെ എനിക്ക് എന്ത് വിളിക്കാം? 180 ഡിവൈഡഡ് ബൈ 100 എന്ന് വിളിക്കാം. എന്തിനാണ് ഞാനത് ചെയ്തത്? 180 എനിക്ക് എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. സോ അതെന്ത് കിട്ടി? ടാൻ π/100 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? π/100. ഓക്കെ, π/100 എന്ന് പറഞ്ഞാൽ എത്ര? 3.14 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, സോ ടാൻ 1.8ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3.14 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടി. എടുത്തിട്ടോട് എച്ച് ഈസ് ഈക്വൽ ടു 3.14 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എന്തുകൊണ്ട്? 1000. സോ വെട്ടിപ്പോയി. എത്ര കിട്ടി? 31.4 മീറ്റർ. അപ്പോൾ ഈ മരത്തിൻ്റെ ഹൈറ്റ് എത്ര? 31.4 മീറ്റർ. ഓക്കെ, സോ ഈ ഒരു ലെക്ചർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുക. മക്കളെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ബേസിക് മാത്സ് നമ്മളൊരു 0 നോളജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യും? ഫുള്ള് കവർ ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാമിനും നമുക്ക് JEE ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ മാത്സിൻ്റെ ബേസിക്സ് സ്ട്രോങ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ നമ്മൾ സ്ട്രോങ് ആക്കിയിരിക്കും. ഇനി അതുപോലെ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ ക്ലാസ്സസ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അപ്പോൾ തറവായിട്ട് ഈ വർഷത്തെ നീറ്റ് നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചേർഡായിട്ട് നല്ല നല്ല മനസ്സോടു കൂടി നല്ലതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വില്ല് മുഴുവൻ പുറത്തെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ പഠിച്ച് മുന്നോട്ട് പോവുക. ഈ 2026 നീറ്റ് എക്സാം നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നമ്മൾ ക്രാക്ക് ചെയ്യും. സോ തലയുടെ ഒരു ഫുൾ സപ്പോർട്ട്, എൻ്റെ ടീമിൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്.